ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ സന്തോഷത്തോടെ ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും കർത്താവിൽ ആശംസിച്ചു കൊള്ളുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ഈ വലിയ ദിനത്തിൽ എല്ലാ കുടുംബങ്ങളിലും എല്ലാ ജീവിതങ്ങളിലും സമാധാനത്തിൻ്റെ രാജാവായ ഏകരക്ഷകനായ ഈശോ മിശിഹായുടെ തിരുപ്പിറവിയുടെ അനുഗ്രഹവും കൃപയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറട്ടെ. ഈശോ നിൻ്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനയിലൂടെ, ഇന്നമായിരുന്ന പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിച്ച ഈശോയുടെ സാന്നിധ്യത്തെ ഓർത്ത് കൊടാനുകൂടി ദൈവം നന്ദി പറയാം. ഓരോ വർഷവും ഈ ക്രിസ്മസ് ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഭയിലൂടെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവിനെ മറന്നിട്ടില്ല എന്നുള്ളതായിരിക്കണം. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നൊരു വചനം 13-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനം പറയുന്നതുപോലെ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വചനമാണ് നിറവേറുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം, നമ്മൾ മുഴുവൻ അന്ധകാരത്തിൽ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ, മരണത്തിൻ്റെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമുക്ക് വേണ്ടി ഒരു പ്രകാശം, ഈശോ മിശിഹായാകുന്ന പ്രകാശം ജനിച്ചിരിക്കുന്നു. അപ്പം ആ ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ലഭിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് തീക്ഷ്ണമായിട്ട് ദിനത്തിൽ പ്രാർത്ഥിക്കാം. ഇന്ന് അച്ഛൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വചനം ഈ തിരുപ്പിറവിയുടെ വചനം തന്നെ നമുക്ക് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വചനത്തിലെ പ്രധാന ഭാഗങ്ങൾ മാത്രം അച്ഛൻ വായിക്കുക. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈശോ എവിടെ വേണമെങ്കിലും ജനിക്കാൻ തയ്യാറാണ്. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവത്തിന് എവിടെയും ജനിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ ഈ വചനത്തെ നമ്മൾ സൂക്ഷിക്കണേ. അതായത് പരിശുദ്ധ അമ്മ, പൂർണ്ണഗർഭിണിയായ പരിശുദ്ധ അമ്മ ബത്ലഹേമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, പ്രസവ സമയമെടുത്തപ്പോൾ ഒരു സ്ഥലത്തിനായിട്ട് പലയിടങ്ങളും മുട്ടുന്നുണ്ട്. എല്ലാവരും വാതിലടച്ചു എന്നവർ വാതിലടച്ചു. അവസാനമായി അതുകൊണ്ടാണ് കാലിത്തൊഴുത്ത് കിട്ടുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ വചനം നമ്മെ ഒരുപാട് കാര്യം പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഓരോ ദിനത്തിലും ഈശോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഈശോ എല്ലാവരുടെ അടുക്കൽ വരുന്നുണ്ട്. ഈശോ ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തകർന്ന കുടുംബങ്ങൾ കാണാം, മദ്യപാനം മൂലം നശിച്ചു പോയ കുടുംബങ്ങൾ കാണാം, വെറുപ്പും വിദ്വേഷം കൊണ്ട് തകർന്നു പോയ ജീവിതങ്ങൾ കാണാം, സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു പോയ, ആത്മീയ തകർച്ച പലതരത്തെ അനുഭവിക്കുന്ന ആളുകൾ കാണാം, ഒറ്റപ്പെട്ട മക്കൾ കാണാം, ആരുമില്ലാത്ത അനാഥര് കാണാം, വിധവകൾ കാണാം, യുവാക്കൾ, യുവതികൾ, പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ കാണുമായിരിക്കേ. ഇവരെല്ലാവരുടെയും ജീവിതത്തിൽ ഈശോ വന്നിട്ടുണ്ടെന്ന്, എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ ഈശോയെ ഞാൻ അറിഞ്ഞോ, സ്വീകരിച്ചിട്ടുണ്ടോ ധ്യാനിക്കണം. വെളിപാട് പുസ്തകത്തിൻ്റെ 3:20 വചനം പറയുന്നത് പോലെ, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ വചനം കേട്ട്, സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കും. ഇന്ന് കർത്താവിൻ്റെ ഈ സ്വരം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈശോ വന്നിട്ട് പോകുന്നു, പക്ഷെ അറിയാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് സ്വരങ്ങൾ നമ്മളൊന്ന് കേട്ടുകൊണ്ടിരിക്കാം, ഒരുപാട് പ്രബോധനങ്ങൾ. ചിലരൊക്കെ ഇൻ്റർനെറ്റിനും പലതിനും അടിമകളാണ്. എല്ലാവരുടെയും പ്രസംഗങ്ങൾ കേട്ടിങ്ങിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനം, ദൈവസ്വരം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഒരു അപകടമാണ്. അത് അനുദപിച്ച് പ്രാർത്ഥിക്കണം.
2, ഇതിവിടെ ഈശോ പരിശുദ്ധ അമ്മ ഉണ്ണീശോയിട്ട് അവിടെ പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവ് അവിടെ ചെല്ലുമ്പോൾ ആളുകൾക്ക് ഇവർ മനസ്സിലാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചരിത്രം പറയുന്നത്, ചില പാരമ്പര്യ കഥകൾ പറയുന്നത് വലിയ ആഘോഷമായിരുന്നു അവിടെ. എല്ലാവരും വലിയ ആഘോഷം, ബത്ലഹേം മുഴുവൻ തിന്നും കുടിച്ചും ആഘോഷിച്ചിരിക്കുക. പലപ്പോഴും അതിന് കാരണം എന്താ വെച്ചാൽ പാപം നിറഞ്ഞ മനുഷ്യന് ദൈവ സാന്നിധ്യം തിരിച്ചറിയാനാവില്ല. ഇത് നമ്മളൊക്കെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു ബലിയിൽ ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യം ബലിപീഠത്തിൽ വരുന്നുണ്ട്. ഉച്ചിതനായ കർത്താവ് വരുന്നുണ്ട്, പരിശുദ്ധ കുർബാന വരുന്നുണ്ട്. പക്ഷെ കാണുന്നില്ലെന്നേ. കാരണം എന്താ? കാഴ്ചയില്ലാത്തതുകൊണ്ടല്ലേ കാണാത്തത്. ആത്മാവിൻ്റെ അന്ധത. കരഞ്ഞ് പ്രാർത്ഥിക്കണം, കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അവിടെ തിരിച്ചറിയാൻ ഈശോയും മാതാവൊക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഓരോ സെക്കൻഡിലും നമ്മൾ രോഗിയായിരിക്കുമ്പോൾ, പാപിയായിരിക്കുമ്പോൾ, തകർന്നിരിക്കുമ്പോഴൊക്കെ ദൈവം അടുത്ത് വരുന്നുണ്ട്. ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയാത്തത് ആണ് നമ്മുടെ അപകടങ്ങളുടെ കാരണം. നമ്മൾ ഔട്ടാക്കുക. പലപ്പോഴും നമ്മൾ പറയുന്നത് ദൈവം എന്നെ ഔട്ടാക്കി എന്നാണ് പറയുന്നത്. ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല, ദൈവം എന്നെ പുറത്താക്കി, ദൈവം എന്നെ കേൾക്കുന്നില്ല, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ കണ്ണുനീരിൽ ദൈവം ഇടപെട്ടിട്ടില്ല. സത്യത്തിൽ ദൈവമേ ഇടപെട്ടിട്ടുള്ളൂ, പക്ഷെ നീ കാണുന്നില്ല. ആ സ്വരം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നീ ഒന്ന് പ്രാർത്ഥിക്കിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ പല ആഘോഷങ്ങളും നടുവിലിരുന്നുകൊണ്ടായിരിക്കും ഈ വചനം കേൾക്കുന്നത്, വീടുകളിലിരുന്ന്. ആ സമയത്തൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ വരുന്നുണ്ട്, എനിക്കൊന്ന് കാണാൻ നിനക്കെൻ്റെ കണ്ണിന് കാഴ്ച തരണമേ. അന്ധം പ്രാർത്ഥിച്ച പോലെ, ദാവീദിൻ്റെ പുത്ര യേശുവേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ. അപ്പോൾ ഈശോ വിളിക്കുന്നുണ്ട് അവനെ വിളിക്കുക. അവൻ ഈശോയുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. നമുക്കറിയാം, ചരിത്ര വചനം അറിയാം. അപ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഈശോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറയുന്നുണ്ട്, കർത്താവേ എൻ്റെ കാഴ്ച എനിക്ക് വീണ്ടും കിട്ടണം, എനിക്കെൻ്റെ കാഴ്ച പോയി, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം, നിന്നെ കാണണം. അതാണ് ഏറ്റവും വലിയ തിരിച്ചറിവേ, കാഴ്ച തിരിച്ചു കിട്ടുക. ഇന്നെല്ലാവരും കാഴ്ചയുണ്ടെന്ന് പറയുന്നവർ കാഴ്ചയില്ല, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇന്ന് ആളുകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ വേണം അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളൊക്കെ നടക്കുമ്പോൾ അവിടെ ഡൊമിനിക്കച്ചനൊരു റോളും ഇല്ല കേട്ടോ. ഞാൻ സാധാരണ ഒരു അച്ഛൻ മാത്രം. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഈശോ വന്ന് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവ് ഇടപെടുന്നതാണ്. അവിടെ ചില ആളുകളെ ഈശോ അനുഗ്രഹം, ഞാൻ എൻ്റെ കൂടെയുള്ളവർ പറയും, അങ്ങനെ നോക്കി ഇതിപ്പം കർത്താവ് അവനെ വിടുതൽ കൊടുക്കുകയെ. കാരണം ഈശോ അടുത്തിയൊന്നു അവന് കൊടുന്നു, ആത്മാവിൽ കാണുക. അത് ഈ കണ്ണുകൊണ്ടല്ലത്, ദൈവം തരുന്നൊരു അനുഗ്രഹം. എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല, കരുണ. എല്ലാം കരുണയല്ലേ, കരുണ കൊണ്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നിൻ്റെ ജീവിതത്തിലേക്ക് ഇതാ ഈശോ വരുന്നുണ്ട്, പരിശുദ്ധ അമ്മ വരുന്നുണ്ട്. തിരിച്ചറിയാൻ നീ ദൈവമല്ല നിന്നെ തള്ളിക്കളഞ്ഞത്, നീ ആ ദൈവത്തെ തള്ളിക്കളഞ്ഞത്. ദൈവം ഒരിക്കലും മനുഷ്യനെ തള്ളിക്കളയുന്നില്ല, പക്ഷെ മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളയുന്നു. അതാണ് അവൻ്റെ അപകടത്തിന് കാരണം. കാരണം ദൈവത്തെ അവൻ എളിമപ്പെടുന്നില്ല. വീണ്ടും അടുത്ത വചനത്തിലേക്ക് പോവുകയാണ്. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടുവന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ അർത്ഥം വളരെ പവർഫുൾ. 2-3 കാര്യം. ഒന്ന്, എന്തുകൊണ്ട് ഈ മാലാഖമാർ ആട്ടിടയന്മാർക്ക് ഈ സന്ദേശം കൊടുക്കുന്നു? ഹെറോദാസിന് കിട്ടുന്നില്ലത്, മണിമാളികയിലിരിക്കുന്നവർ കിട്ടുന്നില്ല. അതെന്താ കിട്ടുക? കാരണം ഇവിടെ എല്ലൊരു പ്രത്യേകതയുണ്ട്. ആരാണ് ഈശോ? ദൈവം ആരാ? വേദനിക്കുന്നവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ആട്ടിടയന്മാർ, ആടുകളാണ് അവരുടെ അല്ല, അവരുടെ അടുത്തേക്ക് പോവുക. ഒന്നുമില്ല അവർക്ക്. അപ്പോൾ നിഷ്കളങ്കരവർ, കള്ളത്തരയില്ല. കള്ളത്തരമുള്ളിടത്താണല്ലോ സമ്പത്ത് കൂടുന്നത്. സമ്പത്ത് കൂടിയെടുത്ത് പലയിടത്തും അവിടെ കള്ളത്തരമുണ്ടെന്നേ. ചിലരുണ്ട് ദരിദ്രരായിപ്പോയത് കള്ളത്തരയില്ലാത്തതുകൊണ്ട്, ആരുമില്ലാതായി തീർന്നത് കള്ളത്തരമില്ലാത്തതുകൊണ്ട്.
ഒരു ബന്ധം പോലും ഇല്ലാതായി തീർന്നത്. സത്യസന്ധമായി ജീവിച്ചുകൊണ്ട് പൂർണ്ണ ദരിദ്രനായി പോയത്. സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ചില മൂല്യങ്ങൾ നമ്മൾ പറയാറ്, മൂല്യങ്ങൾ അതിൽ നിന്നുകൊണ്ട് ചില ആളുകളെ. അപ്പോൾ ഇവിടെ അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇവരതുകൊണ്ട് ഈ പാവങ്ങളുടെ അടുക്കിലേക്ക് അവിടെ ഈ ദൈവദൂതൻ ചെന്നിട്ട് അവർക്കാണ് ഈ സന്ദേശം, സദ്വാർത്ത കൊടുക്കുന്നത്. ഭയങ്കര സന്തോഷം. അവർക്ക് മാലാഖ കാണാം, ഈശോ മാലാഖ കാണാവേ, അവരുടെ വാക്കുകൾ കേൾക്കാം. ഹോളിയാണ്, ഹോളിനെസ് വേണം. ദൈവത്തെക്കാണെങ്കിൽ ദൈവദൂതന്മാർ നിന്നോട് സംസാരിക്കണമെങ്കിൽ നിനക്ക് എളിമ വേണം, വിശുദ്ധി വേണം. ദൈവദൂതന്മാര് ദൈവവചനം നിന്നോട് പറയണമെങ്കിൽ, ദൈവഹിതം വെളിപ്പെടുത്തി തരണമെന്നുണ്ടെങ്കിൽ നിനക്ക് എളിമ വേണം. അല്ലെങ്കിൽ ദൈവദൂതന്മാർ, അല്ലാതെ ഹെരോദോസിൻ്റെ ആ കൊട്ടാരത്തിനുള്ളിൽ ഇതൊന്നും സംഭവിക്കും, അങ്ങോട്ട് കയറുപോലുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കൊട്ടാരങ്ങളുടെ സുഖസുന്ദരത്തിലും പല പാപങ്ങളിലും അഹങ്കാരത്തിലും യുക്തിവാദത്തിലും എതിർചിന്തകളിലും ഒക്കെ കഴിയുന്ന മക്കളെ ക്ഷമിക്കുന്നു, ക്ഷമാപൂർവം പറയുക. ദൈവമക്കളെ എളിമപ്പെട്ട് ഇറങ്ങി വരിക. ദൈവമുണ്ട് കേട്ടോ. സുവിശേഷം എൻ്റെ ജീവിതത്തിൽ ആനന്ദമായത് ഇത് കെട്ടുകഥയല്ല, ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയതുകൊണ്ടാണ്. ഇതിപ്പോൾ സാധാരണ ചരിത്രമല്ല, ഈ ബൈബിൾ ചരിത്രം സത്യമാണത്. അത് കെട്ടുകഥയൊന്നുമില്ല. ഈശോ ജനിച്ചു, ഈശോ മനുഷ്യനായിട്ട് വചനം മാംസമായിട്ട് അവതരിച്ചു. അത് കെട്ടുകഥയല്ല. 33 വർഷം ഈശോ നമ്മുടെ കൂടെ വസിച്ചത് കെട്ടുകഥയല്ല. അവൻ മരിച്ചു, പിടാസകനങ്ങളേറ്റ് മരിച്ചു, എൻ്റെ നിൻ്റെയും പാപത്തിന് പരിഹാരമായ ബലിയർപ്പിച്ചു. അതും കെട്ടുകഥയല്ല. അവനെ അടക്കം ചെയ്തു, കെട്ടുകഥയല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു, അത് കെട്ടുകഥയല്ല. അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഇതിന് മുഴുവനും കണ്ടതിനും കേട്ടതും തൊട്ടതിനും സാക്ഷികളുണ്ട്. പക്ഷെ നിനക്കനുഭവിക്കാൻ പറ്റുന്നില്ല. അത് നിന്നിൽ എവിടെയോ ഒരു അന്ധകാരം കൂടി എഴുപ്പുണ്ട്. അത് പോകണം, അതിനുവേണ്ടി ആഗ്രഹിക്കുക. ദൈവം തരും. അല്പം എളിമപ്പെട്ടാൽ മതി, ദൈവം 100%. ഞാൻ പറയുന്നു, 1% നീ മാനസാന്തരപ്പെട്ടാൽ ബാക്കി 99 ദൈവം ചെയ്യും. 1% നീ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ, നമ്മൾ പണ്ട് പറയാറുണ്ട്, താൻ പാതി ദൈവം പാതി, 50-50. അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. 1% നീ മാനസാന്തരപ്പെട്ടാൽ മതി, ബാക്കി 99 ചെയ്യുന്നൊരു ദൈവം നിൻ്റെ അടുക്കലുണ്ട്. ഇന്ന് ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത്, ചിലപ്പോൾ കണ്ണീരോടായിരിക്കുന്നത്, വേദനിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്ത് ചെയ്യണം? നാളത്തെ ദിനത്തെക്കുറിച്ച് വഴിമുട്ടി നിൽക്കുക. ഒരുപാട് വിമർശനങ്ങളേറ്റ്, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പീഡിപ്പിക്കപ്പെട്ട്, ഒരുപക്ഷെ ചെയ്ത കുറ്റങ്ങൾക്ക് തകർക്കപ്പെട്ട് വേദനിച്ചിരിക്കുക. പക്ഷേ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവം നിനക്കുണ്ട്. ആരുമില്ലേലും ദൈവമുണ്ട്, ആരുമില്ലേലും ദൈവമുണ്ടെന്നേ ഉറച്ച് വിശ്വസിക്കുക. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറയുന്ന ദൈവം. അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കും. അതാണല്ലോ സങ്കീർത്തനം 27:10 പറയുന്നത്. യെശയ്യാ 49:14-15 വചനം പറയുന്നത്, ആരൊക്കെ ഉപേക്ഷിക്കില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹം. പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ, സ്വന്തമാക്കണമെങ്കിൽ നീ എളിമപ്പെടണം, നീ അനുദപിക്കണം, നീ സ്വയം വിളിക്കണം, നീ ദൈവവചനമൊക്കെ ഒന്ന് വായിക്കണമായിരുന്നു. അപ്പോൾ ഈ ജീവനോടെ കണ്ടുമുട്ടും. ഞാൻ ഈ സുവിശേഷം വായിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ നേരിട്ടൊരു ഒരു ബന്ധമുണ്ടായി, കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടല പരിശുദ്ധാത്മ സ്നാനം. ആ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാറിയിട്ടില്ല. ഇന്ന് വരെ ദൈവകൃപ കൊണ്ട് നാളത്തെ കാര്യം ദൈവകാര്യങ്ങളിൽ ദൈവം വഴി നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവൻ്റെ വചനത്തിലേക്ക് വരികയാണ്, അടുത്ത ഭാഗത്തേക്ക് വരിക. അതായത് അവിടെ ഒരു വചനം പറഞ്ഞു, മാലാഖ കൊടുക്കുന്ന സദ്വാർത്ത. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്നു ജനിച്ചിരിക്കുന്നു. രക്ഷകൻ. എന്തിനായി രക്ഷകൻ ജനിക്കുന്നത്? രക്ഷകൻ രക്ഷപ്പെടാത്ത ആളുകൾക്ക് വേണ്ടിയാണല്ലോ രക്ഷകൻ വരുന്നത്. രക്ഷപ്പെടാത്ത കിടക്കുന്നയാൾ, അതായത് ആദ്യ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ പരിണത ഫലമായി ലോകം മുഴുവനും അന്ധകാരത്തിലാണ്, പാപത്തിൻ്റെ അടിമത്തത്തിൽ, മരണത്തിൽ, നിത്യനാശത്തിൽ, തീനരകത്തിലേക്ക് പോകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ പോലെ കഴിയുകയാണ്.
അവരെ വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടിയ പുത്രൻ തമ്പുരാൻ വചനമായ ക്രിസ്തു, തിരുവചനമായ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നത്. ഈശോയുടെ ലക്ഷ്യം എന്താ? രക്ഷിക്കുക. വേറൊരു ലക്ഷ്യം, നമ്മളെ രക്ഷിക്കുക. നമുക്കറിയാം, ഒരു പുഴയിൽ ഒരാൾ മുങ്ങിത്താഴുമ്പോൾ ഒരു രക്ഷകൻ ചെല്ലുമ്പോൾ രക്ഷിച്ചു, അവനെ രക്ഷകൻ, രക്ഷിക്കാൻ വരുന്നവനെ. അതെ, ഞാനും നിങ്ങളും പാപം മൂലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, തകർന്നു പോയപ്പോൾ ഈശോ രക്ഷിക്കാൻ വരുന്നുണ്ട്. അവൻ രക്ഷകനാ, അവനെ രക്ഷിക്കാൻ പറ്റൂ. വേറെ ആർക്കും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ അപകടം, ഈ ക്രിസ്തുവിനെ കണ്ടെത്താത്ത ആളുകൾ ലോകത്തിൽ പല ആളുകളെയും പ്രത്യയ ശാസ്ത്രങ്ങളെയും രക്ഷകന്മാരായിട്ട് കാണുന്നേ. അവൻ രക്ഷിച്ചു, ഇവൻ രക്ഷിക്കും, ഇവൾ രക്ഷിക്കും. അതൊന്നും രക്ഷയല്ല. യഥാർത്ഥ രക്ഷ ഈ രക്ഷകൻ മാത്രം, ദ സേവിയർ, ദാറ്റ് ഇസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണത്. രക്ഷിക്കുക. എങ്ങനെ രക്ഷിച്ചു? എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? എന്താ പ്രശ്നം? പറഞ്ഞാറല്ലേ രക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. പ്രശ്നം എന്താ? പാപം മോചനം സംഭവിക്കണം. നമ്മുടെ ഉള്ളിൽ വന്ന പാപം, നമ്മുടെ ദൈവവുമായിട്ട് നമ്മളെ ആ ബന്ധത്തെ വേർപെടുത്തുന്ന പാപം, മരണത്തിലേക്ക് നയിക്കുന്ന പാപം, നിത്യനാശത്തിലേക്ക് നയിക്കുന്ന പാപം, അതിൽ നിന്ന് മോചനം കിട്ടണം. വേറെ എന്തിനും മോചനം കിട്ടിയിട്ട് കാര്യമില്ല. പാപമോചനം ഈ ലോകത്തുള്ള ആർക്കും തരും. നിന്നെ ചെയ്തൊരു പാപത്തിന് ഈ ഭൂമിയിലുള്ള ആർക്കെങ്കിലും അതെടുത്ത് മാറ്റാൻ പറ്റുമോ? ഏതെങ്കിലും വിശ്വാസങ്ങൾക്ക് നിന്റെ പാപങ്ങൾ എടുത്ത് മായ്ച്ചു കളഞ്ഞ് നിനക്ക് പാപമില്ലാത്തവനാക്കി മാറ്റാൻ പറ്റുമോ? പാപമില്ലാത്തവളാക്കി പറ്റില്ലെന്നേ. ഒരിക്കലും എത്ര തലയിലെടുത്ത് ഉയർത്തി വെച്ചിരിക്കുന്നു, എത്ര മിടുക്കനായാലും, എത്ര കഴിവുള്ളവനാ, പറ്റില്ലെന്നേ. അതിനൊരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, നസ്രായനായ യേശു ക്രിസ്തു. ആ ക്രിസ്തു രക്ഷകനാകുക. നിന്റെ പാപം അവൻ ഏറ്റെടുക്കാൻ പോവുക. ഇന്നത്തെ ക്രിസ്മസിൻ്റെ ആനന്ദം, അവൻ എന്തിനു വന്നു? ഒരു ദൗത്യത്തിനായിട്ടാണ് വന്നത്. ആ ദൗത്യം മറ്റൊന്നുമല്ല, നിന്നെ ഏറ്റെടുക്കാൻ, നിന്റെ പാപം ഏറ്റെടുക്കാൻ, നിന്റെ രോഗം ഏറ്റെടുക്കാൻ, നിന്റെ കണ്ണീര് ഏറ്റെടുക്കാൻ, നിനക്ക് വീണ്ടും രക്ഷ നൽകാൻ, നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, നിന്നെ പറുദീസായിലോട്ട് കൊണ്ടുപോകാൻ, സ്വർഗപിതാവിൻ്റെ കയ്യിലെത്തിക്കാൻ. നീ എവിടെയാണോ, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുന്നു. അവനാണ് ഈ ക്രിസ്തു. വേറെ ആരുമില്ല കേട്ടോ. ഇത് ഒരാളേ ഉള്ളൂ, ഒരേ ഒരുവൻ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. കാൽവരി കുന്നിൽ എൻ്റെ നിൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ച ക്രിസ്തുവാണ്. ആ ക്രിസ്തു ജനിച്ച ദിവസമാണിത്. അതുകൊണ്ടിത് സാധാരണ ദിവസമല്ലത്. അതാണ് സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ, രക്ഷപ്പെടുത്താൻ ഒരാൾ വന്നു, വേറെ ആരും വന്നിട്ടില്ല, ഇനിയൊട്ട് വരത്തുമില്ല. ഇത് നിന്റെ ഹൃദയത്തിൽ, ആത്മാവിൽ നിറയട്ടെ. വിശ്വസിക്കണം. പക്ഷേ ഈ ക്രിസ്തുവിനെ നീ കണ്ടുമുട്ടണമെങ്കിൽ നീ അനുദപിക്കണം. അനുദപിക്കാതെ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ അച്ഛനീ ക്രിസ്തുവിൻ്റെ നല്ല ദിനത്തിൽ നിന്നോട് ഞാൻ പറയുക, ഈശോയുടെ നാമത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് അനുദപിക്കുക. ഇന്ന് വീടുകളിൽ തിന്മ ഉണ്ടാകരുത്. ഈശോയെ മാത്രമേ പറക്കാവുള്ളൂ, തിന്മ പറക്കരുത്. തിന്മയെ സപ്പോർട്ട് ചെയ്യും, കളിയാക്കി ചിലരുടെ സുവിശേഷത്തെയും പ്രഘോഷണങ്ങളൊക്കെ വല്ലാണ്ട് അവർ പരിഹസിക്കും. ഓർത്തണം, വചനപ്രഘോഷകനെയല്ല നിങ്ങൾ പരിഹസിക്കുന്നത്, ആൾ പറയുന്ന വചനത്തെയാണ്. ആ വചനം ആളുടെ അല്ല, ക്രിസ്തുവിൻ്റെ വചനത്തെയാണ്. അപ്പോൾ ആരെ നീ പരിഹസിച്ചത്? ഈശോ മിശിഹായനെ. അതുകൊണ്ട് നമുക്ക് അനുദപിക്കാം. ഈ ക്രിസ്മസ് എല്ലാ ഭവനങ്ങളിലും ക്രിസ്തുനാഥൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ അടയാളം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ സമയത്ത് പാവപ്പെട്ട മക്കൾ, ആരില്ലാത്ത കണ്ണീരൊഴുക്കുന്ന രോഗികളായിട്ടിരിക്കുന്നവർ, ശരീരവാസകലം വേദനിച്ചിരിക്കുന്ന മക്കൾ, ആരെല്ലാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ അടുത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ, ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Hallelujah, 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 hallelujah. Aradhana, 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 aradhana. Ottavali soye.
ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഉദ്ധിതനായ ഈശോയുടെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. തിരുസഭയിലൂടെ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിന്റെ സർവ്വ അധികാരങ്ങളും ശക്തി ഉപയോഗിച്ചുകൊണ്ട് ലൂക്കാ 9:1-2 നിന്നുകൊണ്ട് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തപ്പോൾ രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും. സങ്കീർത്തനം 107:16-20 നിന്നുകൊണ്ട്, എന്നാൽ അവിടുന്ന് പിച്ചളവാദികൾ തകർക്കുന്നു, ഇരുമ്പ് ഓടാമ്പലുകളെ ഒട്ടിക്കുന്നു, പാപകരമായ മാർഗങ്ങൾ പിന്തുണച്ചുള്ള രോഗികളായിത്തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്ത് വൃത്തിക കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് എൻ്റെ വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തു നിന്ന് വിട്ടുവെച്ചു. ആ കർത്താവ് ഈശോയുടെ നാമത്തിൽ യെശയ്യാ 11:1-5 വരെയുള്ള വചനത്തിൽ നിന്നുകൊണ്ട് യെശയ്യാ 11:4 കർത്താവിൻ്റെ ആജ്ഞാതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ വിദേശത്തിന്റെ മേൽ, ദൈവജനത്തിന്റെ മേൽ രഹസ്യമായും പരസ്യമായും പ്രവർത്തിക്കുന്ന സകല പൈശാചിക അരൂപികളെയും കൂട്ടത്തോടെ ഈശോ മിശിഹായുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്കാ 8:31 പോകണമെന്ന് കൽപ്പിക്കുന്നു. ഫിലിപ്പിയർ 2:1 പോകണമെന്ന് ആജ്ഞാപിക്കുന്നു. വിദേശത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന മന്ത്രവാദങ്ങൾ, ഗൂഢോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ കൈകൾ ഉയർത്തി കണ്ണടച്ചു. കൈനോട്ട രാഹുകാലം, പൈശാചിക ആരാധന, ദുർമന്ത്രവാദങ്ങൾ, പൈശാചിക ശക്തി പ്രവർത്തനങ്ങൾ, അന്ധകാരത്തിന്റെ ശക്തികൾ, പൈശാചിക അരൂപികൾ, ദേശത്തിന് മേൽ പ്രവർത്തിക്കുന്ന തകർച്ചകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, പൈശാചിക പീഡകൾ, കുടുംബങ്ങളുടെ ഭിന്നതകൾ, അസ്വസ്ഥതകൾ, ഇരുട്ട്, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ, വ്യഭിചാര, സ്വയംഭോഗ, സ്വവർഗരതികൾ, അവിഹിത ബന്ധങ്ങൾ, മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയിട്ടുള്ള മക്കൾ, ചെടിക പാപങ്ങളിൽ മുഴുകിക്കഴിയുന്ന ജീവിതങ്ങൾ, പൈശാചിക ശക്തികളുടെ പിടിയിൽ കിടക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ വിദേശത്ത് എവിടെയെല്ലാം ഉണ്ടോ ആ കുടുംബങ്ങളുടെ മേലും ആ വ്യക്തികളുടെ മേലും ദൃശ്യമായും അദൃശ്യമായും പ്രവർത്തിക്കുന്ന പൈശാചിക രൂപികളെ ഞാൻ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ യെശയ്യാ 22:21 യോഹന്നാൻ 3:8 ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചോണം. ഈ സമയത്ത് കർത്താവ് ആശീർവദിക്കുന്നു.